നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയെ പിടിച്ചുകുലുക്കി ഇന്ധന പ്രതിസന്ധി അതീവ ഗുരുതരമായി തുടരുന്നു. രാജ്യത്തുടനീളമുള്ള 500-ലധികം പെട്രോൾ പമ്പുകളിൽ ഇന്ധനം പൂർണ്ണമായും തീർന്നതിനെ തുടർന്ന് അടച്ചുപൂട്ടിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കാരണം ഇന്ധന കപ്പലുകൾ എത്തുന്നതിലുണ്ടായ കാലതാമസമാണ് രാജ്യത്തെ ഈ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത്. ലഭ്യമായ ഇന്ധനം ശേഖരിക്കുവാൻ ജനങ്ങൾ പമ്പുകളിലേക്ക് ഇരച്ചെത്തുന്നത് പലയിടങ്ങളിലും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും നീണ്ട ക്യൂവിനും കാരണമാകുന്നുണ്ട്. അത്യാവശ്യ സർവീസുകളായ ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവയ്ക്ക് ഇന്ധനം ഉറപ്പാക്കുവാൻ സർക്കാർ നിലവിൽ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. രാജ്യം നേരിടുന്ന കടുത്ത ഇന്ധനക്ഷാമം നേരിടുന്നതിന് ഏകീകൃത റിപ്പോർട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. നാഷണൽ ക്യാബിനറ്റ് യോഗത്തിൽ സംസ്ഥാന പ്രീമിയർമാർ മുന്നോട്ടുവച്ച ഈ നിർദ്ദേശം ഇന്ധന വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുവാൻ ലക്ഷ്യമിടുന്നു. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ രാജ്യത്തെ മൊത്തം ഇന്ധന ശേഖരം എത്രയുണ്ടെന്ന് സർക്കാരിന് തത്സമയം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഇന്ധന പൂഴ്ത്തിവെപ്പ് തടയുവാനും പെട്രോൾ പമ്പുകളിലെ സ്റ്റോക്ക് തീരുന്നതിനു മുമ്പേ ഇന്ധനം എത്തിക്കുവാനും സഹായിക്കുമെന്ന് അധികൃതർ കരുതുന്നു. ഫെഡറൽ സർക്കാർ ഈ നിർദ്ദേശത്തോട് അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നതിനാൽ വരും ദിവസങ്ങളിൽ നടപടികൾ ആരംഭിക്കും. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്ത് അമിതവില ഈടാക്കുന്ന കമ്പനികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുവാൻ പുതിയ നിയമം ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കി. ഈ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് $100 മില്യൺ വരെ പിഴ ചുമത്തുവാൻ ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷന് അധികാരം ലഭിക്കും. വിപണിയിലെ അനാവശ്യ വിലക്കയറ്റം അതിന്റെ ഉറവിടത്തിൽ തന്നെ ഈ ഭേദഗതിയിലൂടെ സർക്കാർ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. വില നിശ്ചയിക്കുന്നതിൽ കൃത്രിമം കാണിക്കുന്നവർക്കെതിരെ വരും ദിവസങ്ങളിൽ ACCയുടെ നിരീക്ഷണം ശക്തമാക്കും. ഇന്ധന പ്രതിസന്ധിയും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനമായ നാഷണൽ ഓസ്ട്രേലിയ ബാങ്ക് തങ്ങളുടെ 170 ജീവനക്കാരെ കൂടി പിരിച്ചുവിടുവാൻ തീരുമാനിച്ചു. ബാങ്കിന്റെ പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന്റെയും പുനഃസംഘടനയുടെയും ഭാഗമായാണ് ഈ നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. പ്രാദേശിക തൊഴിലവസരങ്ങൾ കുറച്ച് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുവാനാണ് ബാങ്ക് നിലവിൽ ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റൽവൽക്കരിക്കുന്നതിലൂടെ മനുഷ്യവിഭവശേഷി കുറയ്ക്കുവാനാണ് മാനേജ്മെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പിരിച്ചുവിടപ്പെടുന്ന ജീവനക്കാർക്ക് ആവശ്യമായ സഹായങ്ങളും പുനരധിവാസ പാക്കേജുകളും നൽകുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ജീവിത ചെലവ് കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് നൽകാൻ ഫെഡറൽ സർക്കാർ ശുപാർശ നൽകി. ഫെയർ വർക്ക് കമ്മീഷന്റെ വാർഷിക വേതന അവലോകനത്തിലാണ് അടിസ്ഥാന ശമ്പളവും അവാർഡ് നിരക്കും വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ആവശ്യപ്പെട്ടത്. രാജ്യത്തെ തൊഴിൽ സേനയുടെ 1/4 വരുന്ന ഏകദേശം 2.7 ദശലക്ഷം തൊഴിലാളികൾക്ക് ഈ വരുമാനത്തിന്റെ പ്രയോജനം ലഭിക്കും. കെയർ വർക്കർമാർ, നഴ്സുമാർ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഈ നീക്കം വലിയ ആശ്വാസമാകും. പണപ്പെരുപ്പത്തെ മറികടക്കുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികമായ വർധനവ് നൽകുവാനാണ് സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫെയർ വർക്ക് കമ്മീഷന്റെ സ്വതന്ത്രമായ തീരുമാനത്തിന് ശേഷം വരും മാസങ്ങളിൽ പുതിയ ശമ്പള നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരിനാണെങ്കിലും മുനിസിപ്പാലിറ്റിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. 14-കാരിയെ സ്വാധീനിച്ച് അശ്ലീല ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയും പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഹൈസ്കൂൾ അധ്യാപകൻ സിഡ്നിയിൽ പോലീസ് പിടിയിലായി. നോർത്ത് സിഡ്നിയിലെ ബീക്രോഫ്റ്റിൽ നിന്നാണ് 29-കാരനായ ഈ അധ്യാപകനെ ഇന്നലെ പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചയാൾ അശ്ലീല ദൃശ്യങ്ങൾക്കായി പെൺകുട്ടിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതായി പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. കുട്ടി വിവരം മാതാപിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. സമാനമായ രീതിയിൽ മറ്റു കുട്ടികളെയും ഇയാൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ ഗൌരവമായി അന്വേഷിച്ചു വരികയാണ്. കുട്ടികളുടെ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡിറ്റക്ടീവ് ആക്ടീവ് സൂപ്രണ്ട് കാൾ ലെയ്സ് മുന്നറിയിപ്പ് നൽകി.
IPL 2026 സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി കളിക്കാനുള്ള താൽപര്യം ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് വ്യക്തമാക്കി. പരിക്കിനെ തുടർന്ന് ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന താരം രണ്ടാം പകുതിയിൽ കളിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ മെഡിക്കൽ സംഘത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് താരം ടീമിനൊപ്പം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള നിയമസഭാ മത്സര ചിത്രം തെളിഞ്ഞു. മത്സര രംഗത്തുള്ളത് 890 സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് പുറത്തുവിട്ടു. 95 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കൊടുവള്ളിയിലാണ്. 13 പേരാണ് കൊടുവള്ളിയിൽ മത്സരരംഗത്തുള്ളത്. പേരാവൂർ, മഞ്ചേശ്വരം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ 11 വീതം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി പ്രധാനമന്ത്രി യോഗം വിളിച്ചു. നാളെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിലൂടെയാണ് യോഗം ചേരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തും. ഒറ്റക്കെട്ടായി പ്രതിസന്ധിയെ നേരിടാനുള്ള ചർച്ചകൾ നടത്തുകയാണ് യോഗത്തിന്റെ അജണ്ട. അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് പ്രത്യേകം യോഗം ചേരും. ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഇന്ത്യയിലെ ഊർജ്ജ വിതരണം പൂർണ്ണമായും സുരക്ഷിതവും സുസ്ഥിരവുമാണ്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ല. എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നു. ജനങ്ങൾ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക. തെറ്റായ പ്രചരണങ്ങൾ ഒഴിവാക്കണം. തെറ്റായ പ്രചരണങ്ങൾ നൽകുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.